ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിംബസ് 2000. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എയർ കൂളറിനെ കുറിച്ചാണ്. അപ്പോൾ എയർ കൂളർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്താണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, അങ്ങനെ ചെറിയ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തരാൻ പോകുന്നു. പിന്നെ എൻ്റെ റൂമിലൊരു കൂളർ ഉണ്ട്, അപ്പം ഞാനത് തുറന്ന് കാണിച്ചു തരാം. കൂളർ നിങ്ങൾക്ക് മാർക്കറ്റിൽ പലതരത്തിൽ അവൈലബിൾ ആണ്, പല കമ്പനികളുടെ ഉണ്ട്. ഇപ്പോൾ ഉള്ള കൂളർ എന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് റിമോട്ട് കിറ്റൊക്കെ വരുന്ന കൂളറുകളൊക്കെ ഉണ്ട്, അഡ്വാൻസ് സെൻസറൊക്കെ വെച്ചുള്ള കൂളറുണ്ട്. എൻ്റെ കയ്യിലുള്ള കൂളർ അതിപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിലൊക്കെ പറയുന്നത് വെച്ചാൽ നാടൻ എന്നൊക്കെ പറയാം. നാടൻ കൂളർ, അതായത് ഇവിടെ തന്നെ വില്ലേജിൽ, ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്, അവിടുത്തെ പ്രദേശത്തിൽ, അവിടുത്തെ ഗ്രാമങ്ങളിൽ അവിടെ സെല്ല് ചെയ്യുന്ന കൂളറിൻ്റെ ഫങ്ഷൻ അത് വളരെ രസകരമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം എന്താണ് കൂളറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള തിയറി ഇതാണ്. അതായത് മോയ്സ്ചർ, അത് എയറിലേക്ക് മോയ്സ്ചർ കണ്ടന്റ് അപ്ലൈ ചെയ്ത് അത് എമിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ റൂമിലൊരു കൂളർ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂളർ എന്താ പറയുക, മോയ്സ്ചർ ഇല്ലാത്ത എയർ, അതായത് സറൗണ്ടിങ്സിലെ എയർ സക്ക് ചെയ്ത് അതിൽ മോയ്സ്ചർ അപ്ലൈ ചെയ്ത് പിന്നെ അതേ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള എയർ നമ്മുടെ റൂമിലേക്ക് എമിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് കൂളറിന്റെ അല്ലെങ്കിൽ ഒരു കൂൾ എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വാട്ടർ വേപ്പർ ഈ എയറിലേക്ക് എന്താ പറയുക എയറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെതായ തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുക. അല്ലാണ്ട് പ്രത്യേകിച്ച് AC ലെവലിലുള്ള തണുപ്പല്ല, നമുക്ക് എന്നാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കൂളിംഗ് നമുക്ക് കൂളറിൽ നിന്നും കിട്ടാൻ നമുക്ക് ലഭ്യമാണ്, നമുക്ക് കൂളറിൽ നിന്ന് കിട്ടും. പിന്നെ ഈ കൂളർ വയ്ക്കുമ്പോൾ ഒരിക്കലും എൻക്ലോഷർ ആയിട്ടുള്ള റൂമിൽ പ്ലേസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിന് നമുക്ക് വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെന്റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂളർ പ്രോപ്പറായി വർക്ക് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് പറയാണ്, ഞാൻ ആദ്യം കൂളർ വാങ്ങിച്ചപ്പോൾ എനിക്ക് കൂളർ കിട്ടിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ഞാൻ എല്ലാ ഡോറും ക്ലോസ് ചെയ്ത് എല്ലാ വിൻഡോസൊക്കെ അടച്ചത് ഞാൻ കൂളർ ഇട്ടു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരീരത്തൊക്കെ ഒട്ടാൻ തുടങ്ങി. എന്താ പറയുക, മോയ്സ്ചർ കണ്ടന്റ് കൂടി. നമുക്കിപ്പോൾ ഈ വെന്റിലേഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സഫോക്കേഷൻ പോലെയൊക്കെ തോന്നും. അങ്ങനെ തോന്നില്ല, ഒരു പ്രത്യേകതര ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് കൂളറിന് വെന്റിലേഷൻ വളരെ നന്നായിട്ട് വേണം. എത്രത്തോളം വെന്റിലേഷൻ ഉണ്ടോ അത്രത്തോളം നമുക്ക് നല്ല കൂള് കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അത് മാത്രമല്ല, വെന്റിലേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വീടിൻ്റെ പുറത്താണ് കൂളർ വെച്ചിട്ട് അവർ വിൻഡോ കൂടെ വെക്കാറ്. പക്ഷെ അങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല. നമുക്കിതിലേക്ക് എപ്പോഴും ഒരു എയർ പാസിങ് നിർബന്ധമായിട്ട് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കൂളിങ്ങിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അനുഭവപ്പെടാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് റൂമിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല, അത് ഷുവറാണ്, 100% ഷുവറാണ്. പിന്നെ നമുക്ക് പമ്പ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഫാൻ ഇടുന്ന പോലെ ഇടാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂളറിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേരളത്തിൽ ഇത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, ഉണ്ടാവും, പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടെ ഒരു 50-60 ലിറ്ററിൻ്റെ ഒരു കൂളറിന് നമുക്കിപ്പോൾ ഏകദേശം ഒരു 4000-5000 ഉള്ളിലൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. അപ്പം എൻ്റെ കയ്യിൽ ഉള്ള ആ കൂളറിൻ്റെ ഉൾഭാഗവും പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റപ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതിനൊക്കെ മുമ്പാകെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് കഴിഞ്ഞ് കണ്ടതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്താൽ മതി, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഞങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ കൂളർ. ഞാൻ കാണിച്ചത് എൻ്റെ റൂമിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു സിംഗിൾ ഒരു ഹാള് പോലത്തെ ചെറിയൊരു മുറിയാണ്, അതിൽ ഞാൻ സെറ്റപ്പ് ചെയ്തതാണ്. കൂളർ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുപ്പിയിൽ വെള്ളം നിറച്ച് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് കൂളർ. ഇതിലിപ്പോൾ ഏകദേശം ഒരു 50-60 ലിറ്റർ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ സെക്ഷൻ ഗ്രാസ് ആണ്. ഈ സെക്ഷൻ കംപ്ലീറ്റ് ഗ്രാസ് ആണ്. ഇതിലൂടെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരിക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഉള്ളിലൊക്കെ കാണിച്ചു തരാം. ഇതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേപോലെ ഇവിടെയുണ്ട്.
ഇനിയിപ്പോൾ ഈ കൂളർ ഓൺ ആക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. കൂളർ ഓൺ ആണ്, കണ്ടോ വെള്ളം വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതേപോലെ ഇങ്ങനെ വെള്ളം വരുമ്പോൾ കാറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് പിന്നെ ഓരോ ഡയറക്ഷണറാണ് കേട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാം. ഇത് പിന്നെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള സെറ്റപ്പ്. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കാണാം ഗായ്സ്. അപ്പം ഞാനിത് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഓരോ ഷീൽഡുകൾ ഉണ്ടാവും ഇതിൻ്റെ ഓരോ സൈഡിലും. അതിന് 3 സൈഡിൽ, ബാക്കിലും ഫ്രണ്ടിലും, ബാക്കിലും ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇതേപോലത്തെ ഷീൽഡ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഷീൽഡിൽ ഗ്രാസാണ്. ഗ്രാസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വുഡൻ വൂൾ എന്നൊക്കെ പറയണ പോലത്തെ ഗ്രാസ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ വെള്ളം ഇതിലേക്കാണ് വീഴുക. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ കുറേ ഹോൾസ് ഉണ്ട് അടിയിൽ. അപ്പോൾ എല്ലാതും ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി എയറായിട്ട് മിക്സ് ചെയ്ത് പോകും. നമുക്ക് അതിൻ്റെ നേരെ ഉൾഭാഗത്തേക്ക് പോകാം. ഇത്രയും വലിയൊരു ഫാനാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഏകദേശം 100-200 വാട്ട്സ് വരും തോന്നുന്നുണ്ട്. നല്ല കറണ്ട് ബില്ല എനിക്ക് വരുന്നത്, നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്. പഴയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പമ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സൈഡിലും ഗ്രാസിൻ്റെ ഷീൽഡുകളുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ ഇതാണ് ഈ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മോട്ടർ ഓൺ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പ് ഓൺ ആക്കുമ്പോൾ ഈ വെള്ളം ഓരോ ഈ ഏരിയയിലേക്ക് വെള്ളം വന്നിട്ട് അതിങ്ങനെ സപ്ലൈ ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കിതിപ്പോൾ ഒരു 24 hours കണ്ടിന്യൂസ് യൂസ് ചെയ്യാനുള്ള വെള്ളം ഇതിലുണ്ട്. കാര്യം ഇത് നല്ല പവറുള്ള ഫാനായ കാരണം നല്ല കാറ്റാണ് ഫാനിന്. അപ്പോൾ ആ ഒരു സക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, വളരെയധികം നന്നായിട്ട് എയറും കൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ എൻ്റെ ഇതിലെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ പറയുക, ഈ വെൻറ്റിലേഷൻ ഞാൻ കിച്ചൻ്റെ ഡോറാണ് തുറന്നിട്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്, നല്ല വെൻറ്റിലേഷൻ വേണം ആക്ച്വലി. പുറത്തുനിന്ന് വെച്ച് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇങ്ങനെ ചെയ്താലും വെൻറ്റിലേഷൻ മതി. അതായത് പുതിയ ഒരു എയർ നമ്മുടെ റൂമിലേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. അത്രയും നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ കാശ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഈ ഫാൻ തിരിയുന്നു, ഈ വെള്ളം ഈ മോട്ടർ ഇങ്ങനെ പമ്പ് ചെയ്ത് ഓരോ സൈഡിലേക്കും കൊടുത്ത് ഈ കാറ്റ് ആ ഗ്രാസിൽ കൂടെ തട്ടി ഇതിൻ്റെ പുറത്ത് കൂടെ കാറ്റ് ഇതിലേ പോകുന്നു. അങ്ങനെയാണ് പോകുള്ളൂ. പിന്നെ പമ്പിനോടെ എക്സ്ട്രാ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഫാനിൻ്റെ റെഗുലേറ്ററാണ്, നമുക്ക് കൂട്ട വർക്ക് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കൂളർ എന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ ബേസിക് ഫങ്ഷൻ ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കൂളറിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും കൂളർ എങ്ങനെയാണെന്നൊക്കെ. ഇതില്ലാണ്ട് നോർത്ത് ഇന്ത്യയിലത്തെ മിനിമം ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. കാരണം അത്രയും ചൂടാണ്. ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിലുള്ള മലയാളികൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലത്തെ ചൂടും അവിടുത്തെ വെതർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്. കൊറോണ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഡൽഹി വന്നിട്ട് നല്ല തെളിഞ്ഞ ആകാശമൊക്കെ കാണുന്നത്. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഫോഗാണ് ഇവിടെ, ഫോഗ് ഭയങ്കര പൊല്യൂഷനൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ഈ കാലാവസ്ഥയിൽ കൂളറില്ലാണ്ട് ജീവിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ കൂളർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേസ്. അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡ്യൂ ടു ലോക്ക്ഡൗൺ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം അലൗഡാണ്. പക്ഷേ ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യുന്നത് കാരണം ഞാൻ ഇങ്ങോട്ട് പോകണില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ അറിവ് എനിക്ക് നിങ്ങളിലേക്ക് തരാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഫോട്ടോകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയധികം വാല്യുബിൾ ആണ്. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.